വി.എസ്. അച്യുതാനന്ദനെതിരായ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിലുമുണ്ടായി എന്ന് CPIM നേതാവും മുൻ MLA-യുമായ സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ. ആലപ്പുഴ സമ്മേളനത്തിൽ വി.എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ഒരു കൊച്ചു പെൺകുട്ടി പറഞ്ഞതിനെ തുടർന്നാണ് വി.എസ്. സമ്മേളനം ബഹിഷ്കരിച്ചതെന്നാണ് സുരേഷ് കുറുപ്പ് ലേഖനത്തിൽ പറയുന്നത്. തിരുവനന്തപുരം സമ്മേളനത്തിലെ M. സ്വരാജിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തെ ചൊല്ലി വിവാദം പുകയുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തലുമായി സുരേഷ് കുറുപ്പ് രംഗത്തെത്തിയത്. വി.എസ്. അച്യുതാനന്ദനെതിരായ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തിൽ പിരപ്പൻകോട് മുരളിക്ക് പിന്നാലെയാണ് മുൻ MLA സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ. തിരുവനന്തപുരം സമ്മേളനത്തിലെ M. സ്വരാജിന്റെ പ്രയോഗത്തെ ചൊല്ലിയാണ് ഇതുവരെ ആരോപണം ഉയർന്നതെങ്കിൽ ഒരു യുവ വനിതാ നേതാവ് ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം നടത്തിയെന്നും ഇതേ തുടർന്നാണ് വി.എസ്. സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നുമാണ് സുരേഷ് കുറുപ്പിന്റെ ലേഖനത്തിലെ പരാമർശം. മാതൃഭൂമി വാരാന്ത പതിപ്പിൽ ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ വി.എസ്. എന്ന പേരിൽ എഴുതിയ വി.എസ്. അനുസ്മരണ അനുഭവക്കുറിപ്പിൽ സുരേഷ് കുറുപ്പ് പറയുന്നത് ഇങ്ങനെ: അദ്ദേഹത്തിന്റെ തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി.എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പറഞ്ഞു. ഈ അധിക്ഷേപം സഹിക്കാനാകാതെ വി.എസ്. വേദി വിട്ട് പുറത്തേക്കിറങ്ങി. ഏകനായി, ദുഃഖിതനായി. പക്ഷേ തലകുനിക്കാതെ, ഒന്നും മിണ്ടാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോയി. ഇങ്ങനെയൊക്കെ ആയിട്ടും അദ്ദേഹം പാർട്ടിയെ ഒരിക്കലും അധിക്ഷേപിച്ചില്ല. 2012 തിരുവനന്തപുരം സമ്മേളനത്തിൽ വി.എസിനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗം നടന്നെന്ന ആരോപണങ്ങൾ ശരിവെച്ച് പാർട്ടി മുൻ സംസ്ഥാന സമിതി അംഗം പിരപ്പൻകോട് മുരളി വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. സമ്മേളനം നടക്കുമ്പോൾ നന്നായി സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പാർട്ടിക്കകത്ത് വിഭാഗീയതയുണ്ടാക്കുന്ന വി.എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുകയാണ് വേണ്ടതെന്ന് പ്രസംഗിച്ചെന്നായിരുന്നു M. സ്വരാജിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വെളിപ്പെടുത്തൽ. ഡയസിലുണ്ടായിരുന്ന പാർട്ടി നേതാക്കൾ അത് ആസ്വദിച്ചതായും സമ്മേളനത്തിലെ ഡെലിഗേറ്റ് ആയിരുന്ന പിരപ്പൻകോട് മുരളി വെളിപ്പെടുത്തിയിരുന്നു. ഈ ചെറുപ്പക്കാരന് പെട്ടെന്ന് ഉന്നത പദവികളിൽ എത്താൻ കഴിഞ്ഞെന്നും പിരപ്പൻകോട് മുരളി പറഞ്ഞിരുന്നു. ക്യാപിറ്റൽ പണിഷ്മെന്റ് ആരോപണം ഉയർന്നപ്പോഴെല്ലാം പാർട്ടി തള്ളിയിരുന്നെങ്കിലും തൂക്കുകയറിനെ വരെ വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്ന് അന്ന് പൊതുയോഗത്തിൽ വി.എസ്. നൽകിയ മറുപടി ഏറെ ചർച്ചയായിരുന്നു. വെളിപ്പെടുത്തലിന് പിന്നാലെ പിരപ്പൻകോട് മുരളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി M. V. ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു. പാർട്ടി മെമ്പർഷിപ്പ് പോലുമില്ലാത്ത കുറെ എണ്ണം പുസ്തകം എഴുതി പണമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ തോന്നിവാസം വിളിച്ചു പറയുന്നു എന്നായിരുന്നു M. V. ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ വിമർശനം. പാർട്ടി മെമ്പർഷിപ്പ് ഒന്നും പോയി പിന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിന് പ്രചാരവേല കിട്ടാൻ വേണ്ടി ഓരോ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആരാണ് തോന്നിയാസവും അസംബന്ധവും പറയുന്നതെന്ന് സ്വയം പരിശോധിക്കണമെന്ന് പിരപ്പൻകോട് മുരളിയും മറുപടി നൽകി. പിരപ്പൻകോട് മുരളിയും സുരേഷ് കുറുപ്പും നടത്തിയ വെളിപ്പെടുത്തലുകളെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് വി.എസിന്റെ മുൻ PA കൂടിയായ A. സുരേഷ് പറഞ്ഞു. ആലപ്പുഴ സമ്മേളനം എന്ന് പറയുന്നത് ഒരു വി.എസിനെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം നടത്തിയൊരു സമ്മേളനമായിട്ടാണ് നമ്മളെപ്പോലുള്ള ആളുകൾ മനസ്സിലാക്കിയത്. കാരണം അത്രത്തോളം വി.എസ്. വധമാട്ടക്കഥയായിരുന്നു ആ സമ്മേളനത്തിൽ. ചുറ്റും ഒരു വി.എസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാർ വി.എസിനെ, മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റിനെ, പാർട്ടി ഉണ്ടാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റിനെ ഇരുത്തി വേദിയിലിരുത്തി അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരുപാട് പരാമർശങ്ങൾ അത്തരത്തിൽ വി.എസിനെ ഇരുത്തിക്കൊണ്ട് ഉണ്ടായതും അധിക്ഷേപം ഉണ്ടായതിന്റെയും ഭാഗമായിട്ടാണ് വി.എസിന് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് അവിടെ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ സുരേഷ് കുറുപ്പിനെയും പിരപ്പൻകോട് മുരളിയെയും മന്ത്രി V. ശിവൻകുട്ടി തള്ളി. വേർപെട്ട് പോയ ശേഷം ഇനി അദ്ദേഹത്തിന്റെ പേര് വെച്ച് ചർച്ച ചെയ്തത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നതിന് വേണ്ടിയാണ്. വി.എസിന്റെ മരണത്തിന് ശേഷം പിരപ്പൻകോട് മുരളി തിരികൊളുത്തിവിട്ട ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതിനിടെയാണ് സുരേഷ് കുറുപ്പിന്റെ കൂടി വെളിപ്പെടുത്തലെന്നത് ശ്രദ്ധേയമാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം ആവർത്തിക്കപ്പെട്ടോ അതോ സുരേഷ് കുറുപ്പിന് ഓർമ്മപ്പിശക് പറ്റിയതാണോ എന്നതിൽ ഇനി വ്യക്തത വരുത്തേണ്ടത് സുരേഷ് കുറുപ്പ് തന്നെയാണ്. പാർട്ടിയുമായി നല്ല ബന്ധത്തിൽ അല്ലാത്ത ഇരുവരുടെയും പരാമർശങ്ങൾ അവഗണിച്ചു തള്ളുന്ന നിലപാടാകും CPM നേതൃത്വം സ്വീകരിക്കുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.